നമസ്കാരം. കഴിഞ്ഞ 3.5 വർഷമായി പാർട്ടിക്കുള്ളിൽ മൗനം ഭജിച്ച ചെന്നിത്തല മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പോടെയാണ് വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായത്. ഒരു സമയത്ത് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്ന രമേശ് ചെന്നിത്തലയെ നൈസായി വെട്ടിയാണ് VD സതീശൻ രംഗപ്രവേശനം ചെയ്തത്. ഒടുവിൽ VD സതീശൻ അങ്ങനെ പ്രതിപക്ഷ കസേര ഉറപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ആ പദവിയിലിരുന്ന് ഏതാണ്ട് സാധിക്കുമെന്ന് കരുതി എത്തിയതാണ്. ഒടുവിൽ പവനായി ശവമായി എന്ന് പറയുന്നത് പോലെ പ്രതിപക്ഷ പട്ടം പിടിച്ചു വാങ്ങി ആ സ്ഥാനത്ത് ഇരുന്നതു മാത്രമുണ്ട് മിച്ചം. എന്തായാലും ഇതെല്ലാം മറുവശത്തിരുന്ന് വീക്ഷിക്കുകയായിരുന്നു ചെന്നിത്തല. അടുത്ത തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം മനസ്സിൽ വെച്ചായിരുന്നു ചെന്നിത്തല തൽക്കാലം കേരള രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നത്. ഒടുവിൽ തിരഞ്ഞെടുപ്പിന് 1 വർഷം ശേഷിക്കെ ഗിയർ മാറ്റി പതുക്കെ കളത്തിലിറങ്ങി. ആദ്യം സമുദായങ്ങളെ തന്നെ കൂട്ടുപിടിച്ചു. ഇതിന്റെ ആദ്യ പടിയായി ഇടഞ്ഞു നിന്ന നായർ സമുദായവുമായി ഒന്നുചേർന്നു. ഒരു സമയത്ത് തള്ളി പറഞ്ഞതൊക്കെ ചെന്നിത്തല അങ്ങ് മാറ്റി പറഞ്ഞു. NSS ഇല്ലാതെ താൻ ഇല്ല എന്ന അവസ്ഥ വരെ എത്തി. താക്കോൽ സ്ഥാനത്ത് തള്ളി പറഞ്ഞതല്ല, മുഖ്യമന്ത്രി സ്ഥാനത്ത് തീർത്തങ്ങ്. ചെന്നിത്തലയുടെ ക്യാമ്പയിൻ അവിടെ അവസാനിക്കുകയായിരുന്നില്ല, തുടങ്ങുകയായിരുന്നു. NSSൽ തുടങ്ങി SNDPയിലെത്തി, അവിടെ നിന്നും സമസ്ത വരെ എല്ലായിടത്തും എത്തുന്നതിന് പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രം. അതെ, ആ മുഖ്യമന്ത്രി കസേര എന്നതാണ് സത്യം. അതേസമയം കോൺഗ്രസിനുള്ളിലെ പുനഃസംഘടനയെക്കുറിച്ചും മുഖ്യമന്ത്രി കസേരയെക്കുറിച്ചും പ്രശ്നങ്ങൾ പുകയുകയാണ്. എന്നാൽ ആ പ്രശ്നങ്ങളൊട്ടും നേതാക്കൾ പുറത്തു പറയുന്നില്ല എന്നതാണ് സത്യം. SNDP യോഗം ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ ചെന്നിത്തലയെ പുകഴ്ത്തിയുള്ളതും CPM കേന്ദ്രങ്ങളുടെ അറിവോടെയാണ് എന്നാണ് UDF നേതാക്കളുടെ ആരോപണം. കാരണം പതിറ്റാണ്ടുകളായി രമേശ് ചെന്നിത്തലയെ എതിർക്കുന്ന വെള്ളാപ്പള്ളി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രമേശിന് വേണ്ടി രംഗത്ത് വരുന്നു. ഗൂഢലക്ഷ്യങ്ങളോടെയാണ് ഇതെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ. ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ ഇന്ധനം പകരുന്നത് ശരിയല്ല എന്നാണ് ചില നേതാക്കളുടെ രഹസ്യ വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ചർച്ചകൾക്ക് നിലവിൽ പ്രസക്തിയില്ല എന്നാണ് മറുപടി മാധ്യമങ്ങൾക്ക് നൽകാൻ അദ്ദേഹം നിർബന്ധിതനായത്. എന്തായാലും ഇനി മുഖ്യമന്ത്രി കസേരയും കൊണ്ട് ചെന്നിത്തല മലക്കു എന്നാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക, അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.